ൊക്കെ സാധ്യമാകുന്നു എന്നാണ് ഏറ്റവും പുതിയ വിലയിരുത്തലായി പറയുന്നത്. പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിസൾട്ടുകൾ നമുക്ക് രാജ്യത്തോട് ജനങ്ങളോട് മാവേലിക്കരയിൽ സി അരുൺകുമാർ മുന്നിട്ട് നിൽക്കുന്നു, തിരുവനന്തപുരത്ത് UDF മുന്നിട്ട് നിൽക്കുന്നു, ആറ്റിങ്ങലിൽ UDF മുന്നിട്ട് നിൽക്കുന്നു, കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ വലിയൊരു മുന്നേറ്റം അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നു, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി പിന്നോട്ട് പോകുന്നില്ല മുന്നിട്ട് നിൽക്കുന്നു, മാവേലിക്കരയിൽ കൃത്യമായ നേട്ടം അവിടെ വലിയൊരു മുന്നേറ്റം സി അരുൺകുമാർ നേടിയെടുക്കുന്നു. 788 വോട്ടുകൾക്കാണ് അവിടെ മുന്നിൽ. അവിടെ കൊടിക്കുന്നിലിന് അടിപതറുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. നോക്കുകയാണെങ്കിൽ കോട്ടയം നോക്കുകയാണെങ്കിൽ ഫ്രാൻസിസ് ജോർജ് വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം 12,000 കടന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഡ് 12,000 കടന്നിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എറണാകുളത്ത് ഹൈബീഡൻ പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ ഹൈബി മുന്നോട്ട് പോയിരിക്കുന്നു. ഹൈബി വലിയൊരു രീതിയിൽ തന്നെ ഹൈബിയുടെ ലീഡ് ഉയർന്നതിനെയാണ്. വയനാട്ടിൽ 20,000 കടന്നിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ലീഡ് നില എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ വടകരയിൽ 10,000-നോട് അടുക്കുന്നു എന്നതാണ് വടകരയിലെ ചിത്രം നോക്കുകയാണെങ്കിൽ ഉള്ളത്. മലപ്പുറവും പൊന്നാനിയും മാറി ചിന്തിക്കുന്നില്ല, അവിടെ ലീഗിന്റെ കോട്ടയാണ്, ലീഗ് തന്നെ അവിടെ UDF മുന്നിട്ട് നിൽക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. പാലക്കാട് VK ശ്രീകണ്ഠൻ നിൽക്കുന്നു. അതേസമയം ആലത്തൂർ മാറി ചിന്തിച്ചിരിക്കുന്നു. ആ സൂചനയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കെ രാധാകൃഷ്ണൻ വലിയ രീതിയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്നു എന്നത് തന്നെയാണ് ആ ചിത്രം വ്യക്തമാക്കുന്നത്. എന്തായാലും വ്യക്തമായ രീതിയിൽ 12 UDF-ഉം അതോടൊപ്പം തന്നെ 2 LDF-ഉം ഒരു സീറ്റിൽ തൃശ്ശൂരിൽ BJP-യും മുന്നിട്ട് നിൽക്കുന്നു. എന്തായാലും ഉണ്ണി, ഈ ആലത്തൂരിനെ സംബന്ധിച്ച് വരുമ്പോൾ രമ്യ ഹരിദാസ് അവിടെ പാട്ടും പാടി ജയിക്കും എന്ന് വിചാരിച്ചിരുന്നതാണ്. അവർ പാട്ടുപാടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നതും. പക്ഷേ രമ്യ ഹരിദാസ് ഇനിയും കുറെ അധികം പാട്ടുകൾ കൂടി പഠിക്കേണ്ടി വരും അവിടെ നിന്ന് വിജയിക്കണമെങ്കിൽ. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് അവിടുത്തെ പ്രചരണങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടത്. എന്തായാലും അവിടെ കെ രാധാകൃഷ്ണൻ വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. തിരുവനന്തപുരത്ത് UDF മുന്നിൽ നിൽക്കുന്നു, തിരുവനന്തപുരം ശശി തരൂരിനൊപ്പം തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ് ചിത്രം വ്യക്തമാക്കുന്നത്. ആറ്റിങ്ങലിൽ അവിടെ അടൂർ പ്രകാശിന് ആറ്റിങ്ങൽ ഒപ്പം നിൽക്കുന്നു. ആറ്റിങ്ങലിൽ വലിയ രീതിയിൽ അടൂർ പ്രകാശ് മുന്നിട്ട് നിൽക്കുന്നു. കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. മാവേലിക്കരയിൽ സി അരുൺകുമാർ കൊടുക്കുന്നതിൽ അവിടെ മേൽക്കൈ നേടാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയം ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ്. കേരള കോൺഗ്രസും 2 കേരള കോൺഗ്രസുകാർ തമ്മിൽ മത്സരിക്കുന്ന മണ്ഡലം. അവിടെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മുന്നിട്ട് നിൽക്കുന്നു. അദ്ദേഹം ഓട്ടോയിലേറി ജയിക്കുമെന്ന് തന്നെയാണ് ജോസഫ് അന്ന് പറഞ്ഞതെന്ന് നാം നമുക്ക് ദേശീയ തലത്തിലേക്ക് പോകാം. 255 NDA ഇന്ത്യ